ഞാൻ നാട്ടിൽ നിന്ന് ഓസ്കി എഴുതാൻ വേണ്ടി വന്നതാ, പക്ഷെ ഇവിടെ സ്റ്റുഡന്റ് വിസയിലാ വന്നത്. നേഴ്സായിരുന്നു, നാട്ടിൽ നേഴ്സായിരുന്നു. അപ്പം 2023 ഞാൻ OETയും CBT ഒക്കെ പാസ്സായതാ. പക്ഷെ അവിടെ കുറെ നാളിങ്ങനെ നിന്നു, കിട്ടും എന്ന് ഓർത്തോണ്ട്. പക്ഷെ നിന്നു, കിട്ടിയില്ല. എന്നിട്ട് ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമില് ജിസ്ന മാമിന്റെ കുറെ റീല് കണ്ടു, ഫോർട്ട് വെസ്റ്റ്. അപ്പം അങ്ങനെ ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോ ഞാൻ ചോദിച്ചു എന്തൊക്കെയാണ് പോസിബിലിറ്റീസ് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഒന്നെങ്കിൽ സ്റ്റുഡന്റ് വിസ വരിക, അല്ലെങ്കിൽ വിസിറ്റിംഗ് വിസ വരിക. അപ്പം വിസിറ്റിംഗ് വിസയുടെയും സ്റ്റുഡന്റ് വിസയുടെയും അതിന്റെ റിസ്ക് എനിക്ക് പറഞ്ഞു തന്നു. അപ്പൊ എനിക്ക് കൂടുതൽ ആലോചിച്ചപ്പോൾ തോന്നി സ്റ്റുഡന്റ് വിസ ആണെങ്കിൽ എനിക്ക് 2 വർഷം കൂടി ഒരു എക്സ്റ്റൻഷൻ കിട്ടുമല്ലോ, പോസ്റ്റ് സ്റ്റഡി വിസയും കൂടി കിട്ടും. അപ്പൊ എനിക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ എനിക്കൊരു മാസ്റ്റേഴ്സും കൂടി ആകുമല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ സ്റ്റുഡന്റ് വിസ ഓപ്റ്റ് ചെയ്തു. അപ്പം ആ സെയിം ഏജൻസി ത്രൂ തന്നെ, പോർട്ട് വെസ്റ്റ് തന്നെ ഓസ്കി ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. സ്റ്റുഡന്റ് വിസയിൽ വന്ന് ഓസ്കി പാസ്സായാൽ സുഖമായിട്ട് ഒരു സമയം കിട്ടും, ജോലിയും കിട്ടും. അപ്പൊ ഈ സമയത്ത് നമുക്ക് പാർട്ട് ടൈമും ചെയ്യാം. അപ്പൊ വിസിറ്റിംഗ് വിസ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 6 മാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറെ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യണം, നമുക്ക് ഒരു പൈസക്ക് വേണമെങ്കിൽ. അപ്പൊ ഞാൻ നോക്കിയപ്പം ഇപ്പൊ സ്റ്റുഡന്റ് വിസ ആണെങ്കിൽ ആ സമയത്ത് പാർട്ട് ടൈമും കൂടി ചെയ്യാലോ. അപ്പൊ എനിക്ക് തന്നെ എന്റെ കാര്യങ്ങൾ ചെയ്യാലോ. ഞാൻ MSc ഗ്ലോബൽ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് ആണ്, ഹെൽത്ത് റിലേറ്റ് ചെയ്ത് തന്നെ കോഴ്സ് എടുത്തു. ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിൽ നിൽക്കുമായിരുന്നെങ്കിൽ ഞാൻ അവിടെ നിന്ന് പോയേനെ. പക്ഷെ ഇപ്പൊ ഇവിടെ വന്നതും കൊണ്ട് എനിക്ക് ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് എന്തോരം ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റി. പിന്നെ പാർട്ട് ടൈം കിട്ടി. അപ്പൊ ഞാനിപ്പോ ഒരു ഹോം കെയറിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം അങ്ങനെ എനിക്ക് പാർട്ട് ടൈമും കിട്ടി. അപ്പോൾ ഒരു ഹെൽത്ത് സെക്ടറിൽ തന്നെ ജോലി ചെയ്യുന്നതും കൊണ്ട് NHSലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം നമുക്ക് ഇവിടുത്തെ ഒരു ഹെൽത്ത് സെക്ടറിൽ നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പം നമുക്ക് NHSൽ വെക്കുമ്പം നമുക്ക് ഇവിടുത്തെ എക്സ്പീരിയൻസും കൂടി കാണിക്കാൻ പറ്റും. അങ്ങനെ ട്രെയിനിങ് ഇവിടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്. അപ്പം നമുക്ക് നാട്ടിൽ നിന്ന് വെച്ച് തന്നെ വേണമെങ്കിൽ ഓൺലൈൻ ക്ലാസ് കൂടിയിട്ട് വന്നിട്ട് നമുക്ക് ഇവിടുത്തെ ഓഫ്ലൈൻ ക്ലാസ് ശരിക്കും 4 ദിവസമേ ഉള്ളൂ. പക്ഷേ ഓൺലൈൻ ക്ലാസ് കൂടിയിട്ട് നമുക്ക് ഓഫ്ലൈൻ ക്ലാസ് കൂടുവാണെങ്കിൽ നമുക്കത് ഭയങ്കര എഫക്റ്റീവാണ്.